വാർത്തയിലേക്ക് തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് DGP റവാഡ ചന്ദ്രശേഖർ ഉത്തരവിട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് പോലീസ് സൂപ്രണ്ട് ഈ വിഷയം അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പോക്സോ കേസ്, നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് തൊപ്പി. ഇയാൾ സമൂഹത്തിന് വലിയൊരു മെനസാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഇതടക്കം അന്വേഷിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, എന്താണ് അന്വേഷണ പരിധിയിൽ വരിക? തൊപ്പി ഒടുവിൽ കുടുങ്ങുമോ? രഞ്ജിത്ത്, തൊപ്പിയെ നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിൽ വിവാദത്തിൽപ്പെട്ട ഒരാളാണ്. ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ തൊപ്പി എന്ന യൂട്യൂബർ. ഇപ്പോൾ തൊപ്പിക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ശ്രീജിത്ത് പെരുമനയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ DGP അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എവിടെയാണ് ഇതുവരെയ്ക്കും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സൈബർ പോലീസിന്റെ പരിധിയിലാണോ ഈ കേസ് വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്നാൽ നിലവിൽ എവിടെയും തൊപ്പിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ്. ഇതിൽ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ഒരു പോര് തന്നെ നടക്കുകയാണ്. പ്രത്യേകിച്ച് തൊപ്പിയും അതോടൊപ്പം തന്നെ തൊപ്പിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ഒരു 3-4 ഫ്രണ്ട്സ് കൂടിയാണ് ഈ സ്ട്രീമിംഗ് നടത്തുന്നത്. അതിൽ മമ്മു എന്ന് പറയുന്ന തൊപ്പിയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, 2-3 പേരുണ്ട്. അപ്പോൾ ഇവരാണ് പെട്ടെന്ന് തൊപ്പിയുമായി അടിച്ചു പിരിയുകയും പിന്നീട് അവർ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് തൊപ്പിക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിൽ പറയുന്നത് പ്രകാരം തൊപ്പി വീട്ടിൽ ലഹരി ഉപയോഗിക്കും, തങ്ങളുടെ വീട്ടിലൊക്കെ തൊപ്പി ലഹരി കടത്താറുണ്ട്, ഒപ്പം തങ്ങളെയൊക്കെ വലിയ രീതിയിൽ ഉപദ്രവിക്കും, തൊപ്പി പണം നൽകില്ല, തൊപ്പിയുടെ അടിവസ്ത്രം പോലും ഞങ്ങളെ കൊണ്ട് കഴിയിപ്പിക്കും, മുഖത്തൊക്കെ തൊപ്പി അടിക്കും, ഒപ്പം സ്ത്രീകൾക്ക് പല സ്ത്രീകളെയും ആവശ്യപ്പെട്ടതിന് ശേഷം അവർക്ക് പണം കൊടുത്ത് ഒതുക്കുന്ന രീതിയിലേക്കൊക്കെ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ തൊപ്പി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെയാണ് ഈ തൊപ്പിയുടെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഉത്തരവ് ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയിൽ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. അന്വേഷിക്കണം, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, തൊപ്പിക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ടോ, ഈ സുഹൃത്തുക്കൾ പറയുന്നത് ശരിയാണോ എന്നതൊക്കെ ആയിരിക്കും അന്വേഷിക്കുക. ഇതിൽ പോക്സോ കേസുകൾ, നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളാണ് തൊപ്പി എന്ന നിഹാദിനെതിരെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിലിപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ. രഞ്ജിത്ത്, ശരി. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.